ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് മാഗിയുടെ റെസിപ്പി ആയിട്ടാണ്. മാഗി തയ്യാറാക്കാൻ എന്ത് റെസിപ്പിയാണെന്ന് ആലോചിക്കാൻ വരട്ടെ. ഇന്ന് ഞാൻ കാണിക്കുന്ന രീതിയിൽ മാഗി ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ തയ്യാറാക്കി നോക്കൂ. പിന്നെ എന്നും നിങ്ങൾ ഇങ്ങനെയേ മാഗി തയ്യാറാക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ചിലരുടെ അമ്മമാരെങ്കിലും പറയില്ലേ, കുട്ടികൾ പച്ചക്കറിയൊന്നും കഴിക്കണില്ല എന്ന്. അവർ പോലും ഇങ്ങനെ മാഗി ഉണ്ടാക്കിയാൽ കഴിക്കും. 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം 3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കുക. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഏത് വെജിറ്റബിൾ ഓയിൽ എടുത്താലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് 1/2 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള എങ്ങനെയാണ് ചെറുതായിട്ട് എളുപ്പത്തിൽ അരിയുന്നതെന്ന് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാണുക. 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. 1/4 കപ്പ് ഫ്രഞ്ച് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 കപ്പ് ഗ്രീൻ പീസ്. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. അതിന് അധികം വേവൊന്നുമില്ല, നമ്മുടെ പച്ചക്കറികളുടെ കൂടെ തന്നെ ചേർത്താൽ മതി, അതും വെന്ത് കിട്ടും. നമ്മൾ സാധാരണ ഗ്രീൻ പീസ് ആണെങ്കിൽ നേരത്തെ സെപ്പറേറ്റ് വേവിച്ചെടുത്തതിന് ശേഷം ചേർക്കുക. ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അധികം ഉപ്പാകരുത്, പച്ചക്കറികൾക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞു വരണം, അതുവരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. കുട്ടികൾക്കൊക്കെ ആവുമ്പോൾ ഈ എരിവ് തന്നെ മതിയാവും. തീ മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഞാനിവിടെ 2 മാഗിയുടെ ചെറിയ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്, ഇതുപോലുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ്റെ ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലുള്ള മാഗി വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഈ 2 പാക്കറ്റിലെയും ടേസ്റ്റ് മേക്കർ നമുക്ക് പൊട്ടിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളം ചേർക്കണം. വെള്ളത്തിൻ്റെ അളവ് മാഗിയുടെ പാക്കറ്റിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കും, എത്രയാണ് ചേർക്കേണ്ടതെന്ന്. അത് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഇതിൽ 300 ml എന്നാണ് എഴുതിയിരുന്നത്, അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ വെള്ളം ചേർക്കും മുന്നേ ആ കവറിൻ്റെ ബാക്കിലൊന്ന് നോക്കുക എത്രയാണ് വേണ്ടതെന്ന്. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് മാഗി പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഒന്ന് വെള്ളത്തിലോട്ട് നമ്മൾ താഴ്ത്തി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടച്ചു വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു വെച്ച് വേവിച്ചാൽ മതി. നമ്മൾ സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ നൂഡിൽസ് വേറെ വേവിച്ചെടുക്കും, എന്നിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷെ മാഗി അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ സാധാരണ പോലെ നല്ല ഡ്രൈ ആയിട്ടല്ല മാഗി ഇരിക്കുന്നത്. പിന്നെ മാഗി ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ വെള്ളം വറ്റിച്ചെടുത്താൽ കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ കേക്ക് പോലെ മുറിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ വെള്ളം ഒന്ന് വറ്റി വന്നാൽ മാത്രം മതി, നല്ല ഡ്രൈ ആയിട്ട് എടുക്കണ്ട. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ ആവി പറക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാഗി റെഡി ആയിട്ടുണ്ട്. എപ്പോഴും കുറച്ച് ചൂടായിട്ട് കഴിക്കുന്നത് തന്നെയാണ് മാഗിയുടെ ടേസ്റ്റ്. ഇപ്പം ഈ പച്ചക്കറികൾ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇതിൽ ചേർക്കാം. ഉരുളക്കിഴങ്ങൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊക്കെ ചേർക്കാം. അപ്പം ഈ രീതിയിലൊന്ന് മാഗി ഉണ്ടാക്കി നോക്കുക. അപ്പം ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത ഒരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.